ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭം, അതുപോലെ തളിക്ഷേത്ര പ്രക്ഷോഭം. ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുവെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് നോക്കാം. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമങ്ങൾ നിഷേധിച്ചതിനെ തുടർന്ന് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് പറഞ്ഞാല് അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെ തുടർന്ന് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് പറയുന്നത്. എന്നാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത്? 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത്. എന്നാണ് 1919. അതുപോലെ പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രമാണ് സ്വരാട് എന്ന് പറയുന്നത്. എന്താണ്? പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രമാണ് സ്വരാട്. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നതെന്നാണ് 1919. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രമാണ് സ്വരാട്. അതുപോലെ പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കളാണ് TK മാധവൻ, NV ജോസഫ്, AK ജോൺ. ഇവർ 3 പേരുമാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ. ആരൊക്കെയാണ്? TK മാധവൻ, NV ജോസഫ്, AK ജോൺ. പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ TK മാധവൻ, NV ജോസഫ്, AK ജോൺ. അടുത്തതായി നമ്മൾ പറഞ്ഞ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. എന്താണ് തളിക്ഷേത്ര പ്രക്ഷോഭം? എന്താണ് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് നമുക്ക് നോക്കാം. തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറഞ്ഞാല് കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. എന്താണ് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറഞ്ഞാല് കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതുപോലെ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. എന്താണ്? അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത് എപ്പോഴാണ്? 1917 തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. അതുപോലെ തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത് എപ്പോഴാണ്? 1917 തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത്. തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ആരൊക്കെയാണ്? തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കളാണ് KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ. ഇവർ 3 പേരുമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ. ആരൊക്കെയാണ്? KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ. ഇവർ 3 പേരുമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ. അപ്പോൾ നമ്മൾ 2 പ്രക്ഷോഭത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ബാക്കി നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.